അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവെ സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ആ നിലയ്ക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിപൂർണമായ തൗഫീഖ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ചെറിയ രൂപത്തിൽ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠവും നമ്മൾ മനസ്സിലാക്കി. ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ അവരിലെ വിഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാത്ത, ഉസ്സ, മനാത്ത എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ ഇവരായിരുന്നു അവരിലുണ്ടായിരുന്ന പ്രധാന വിഗ്രഹങ്ങൾ. തൊട്ടു മുമ്പ് അവരിൽ ജീവിച്ച സ്വാലിഹീങ്ങൾ. ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു മാറ്റം മാറിപ്പോയതാണ്. അള്ളാഹു പുറത്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ആദ് സമുദായത്തിലേക്കാണ്. അഥവാ ഇന്നത്തെ ഒമാനിൽ നിന്ന് ഏകദേശം ഒരു 200 കിലോമീറ്റർ മാത്രം അകലമുള്ള അന്നത്തെ അഹ്കാഫ് എന്നറിയപ്പെടുന്ന പ്രദേശം, അവിടെയായിരുന്നു ആദ് സമുദായം ജീവിച്ചിരുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, അവരെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. വിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തി. പിന്നീട് അതിനുശേഷം ആ തലമുറയുടെ പേരമക്കളാണ് ഭൂമി ലോകത്തേക്ക് എന്ത് ചെയ്തത്? വ്യാപിച്ചത്. ഇന്നലെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. യാഫസ്, ഹാം, സാം. അങ്ങനെ കുറേ കാലം വീണ്ടും തൗഹീദിൽ ജീവിച്ചു. സ്വാഭാവികമായിട്ടും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം കുറഞ്ഞു. വീണ്ടും അവരിലേക്ക് ഈ രൂപത്തിൽ ശിർക്ക് വന്നു. ആദ് സമുദായത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് കേവലം ഒരു മനുഷ്യരെ പോലെ ആയിരുന്നില്ല. നല്ല മല്ലന്മാരായിരുന്നു. ജബറൂത്തുകൾ എന്ന് അവരെ അറിയപ്പെടും. അത്രയും നല്ല ശക്തിയുള്ള, വലിയ ശക്തിയുള്ള തൂണുകളുടെ ആളുകൾ എന്നാണ് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. തൂണുകളുടെ ആളുകൾ. അത്രയും ശക്തിയുള്ള ആളുകളായിരുന്നു. നല്ല ഹൈറ്റും അതേപോലെ തന്നെ ഭയങ്കരമായ ശക്തിയുമുള്ള ഒരു ജനതയായിരുന്നു ആദ് സമുദായം. അവരിൽ ശിർക്ക് വ്യാപിച്ചു. ശിർക്ക് മാത്രമല്ല, അവരിൽ അഹന്തയും വ്യാപിച്ചു. അള്ളാഹു അവർക്ക് കൊടുത്ത ശക്തിക്ക്, അവർക്ക് കൊടുത്ത കഴിവിന് നന്ദി കാണിക്കുന്നതിന് പകരം അവർ നന്ദികേട് കാണിച്ചു. ഞങ്ങൾ തന്നെയാണ് വലിയവർ, ഞങ്ങളെക്കാൾ വലിയവരാരുണ്ട് എന്ന് അഹങ്കാരത്തിൻ്റെ സംസാരമായിരുന്നു അവരിൽ നിന്നുണ്ടായിരുന്നത്. അങ്ങനെ അവരിൽ നിന്ന് തന്നെ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു അവരിലേക്ക് അയച്ചു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ക്ഷണിച്ചു. ആത്മാർത്ഥമായി ശരിയായ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ക്ഷണിച്ചു. പക്ഷേ അവർ ധിക്കരിച്ചു. എന്ന് മാത്രമല്ല, ഞങ്ങളെക്കാൾ വലിയവരാരാണ് എന്ന് തൗഹീദ് പറയാമെന്ന ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവരെന്ത് ചെയ്തു? അഹന്ത പറഞ്ഞു. ഞങ്ങളാണ് ഏറ്റവും വലിയവർ, ഈ ഭൂമിയിൽ തന്നെ ശക്തവാന്മാർ ഞങ്ങളാണ്. വലിയ മാളികകൾ അവർ കെട്ടിപ്പടുക്കാറുണ്ടായിരുന്നു എന്നാണ്. വലിയ മാളികകൾ. ഞങ്ങളുടെ വലുപ്പം അവരൊരു അഹങ്കാരം പോലെ പ്രകടിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്ത ആളുകളായിരുന്നു ആദ് സമുദായം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കുള്ള കഴിവ്, അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹം, അത് ശക്തിയാവട്ടെ, സമ്പത്താവട്ടെ, നമ്മൾക്കുള്ള സ്വാധീനമാവട്ടെ, നമ്മൾക്ക് ആളുകൾക്കിടയിലുള്ള സ്വീകാര്യതയാവട്ടെ, ഇതൊക്കെ അള്ളാഹ് നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹമാണ്. അതിന് നമ്മൾ അള്ളാഹിനോട് നന്ദി കാണിക്കണം. അവർ നന്ദികേട് കാണിച്ചു, അല്ലേ? അവർ നന്ദികേട് കാണിച്ചു. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് സമ്പത്തുണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാം. പക്ഷേ ആ വീട് വെക്കുന്നത് എന്തിനായിരിക്കണം? നമ്മൾക്ക് താമസിക്കാനായിരിക്കണം. നമ്മൾക്ക്
താമസിക്കാനായിരിക്കണം. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വീടുണ്ടാക്കുക. ഒന്ന്, വലിയ കൊട്ടാരങ്ങൾ, രാജാക്കന്മാർ ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും അതേപോലെ തന്നെ സുരക്ഷിതമായ ഒരു താവളം പോലെ ഒരു കൊട്ടാരം അവർക്ക് എന്ത് ചെയ്യാം, നിർമ്മിക്കാം. രണ്ടാമത്തത്, സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ജീവിക്കാൻ സമാധാനത്തോടു കൂടി അവൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കാം. മൂന്നാമത്തെ ഒരു വീടുണ്ട്, അഹങ്കാരത്തിൻ്റെ വീട്. തൻ്റെ പ്രൗഢിയും തൻ്റെ മേന്മയും തൻ്റെ കഴിവും ആളുകളെ കാണിക്കാൻ വേണ്ടി മാളികകൾ കെട്ടിപ്പടുക്കുന്നത്. അത് മദ്മൂമായ അഥവാ ഇസ്ലാമിൽ അങ്ങേയറ്റം ആക്ഷേപിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. നമ്മുടെ സമ്പത്ത് അത് അള്ളാൻ്റെ മാർഗത്തിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല വഴി ചെലവഴിക്കുന്നതിന് പകരം കോടികൾ മുടക്കി വലിയ മാളികകൾ എന്ത് ചെയ്യും, കെട്ടും. അത് ഇസ്ലാമിൽ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെക്കുന്നതാണ്. നമ്മൾക്കുള്ള കഴിവ്, അള്ളാഹുവിന് നമ്മൾ എങ്ങനെയാണ് ആ കഴിവിന് നന്ദി കാണിക്കേണ്ടത്? ആ കഴിവിന് അള്ളാഹിനോട് നന്ദി കാണിക്കേണ്ടത് ആ കഴിവിനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടാണ്. ആ കഴിവ് കൊണ്ട് ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? അഹന്ത നടിക്കാൻ പാടില്ല. ഇതാണ് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഏറ്റവും വലിയ പാഠം ഇതാണ്. നമ്മൾക്കുള്ള സ്വാധീനമാവട്ടെ, നമ്മൾക്കുള്ള സ്വീകാര്യതയാവട്ടെ, നമ്മൾക്കുള്ള സമ്പത്താവട്ടെ, എന്തു തന്നെ അള്ളാഹ് നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ എന്താണോ അതുകൊണ്ട് അല്ലേ, എനിക്കെൻ്റെ വീട് വേണ്ടത് എനിക്ക് താമസിക്കാനാണ്, എൻ്റെ കുടുംബത്തിന് സമാധാനത്തോടു കൂടി താമസിക്കാൻ, സൗകര്യത്തോടു കൂടി താമസിക്കാൻ. ആ സമാധാനവും സൗകര്യവും എവിടെ കിട്ടും? അത് മതി വീട്. അതിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അല്ലേ, ലോൺ എടുത്ത് വീട് വെക്കുന്ന ആളുകൾ, കടം വാങ്ങി വീട് വെക്കുന്ന ആളുകൾ, ആളുകളെ കാണിക്കാൻ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ, അള്ളാൻ്റെ അടുക്കൽ നമ്മൾ ആ ചെലവഴിച്ച സമ്പത്ത് കൊണ്ട് നരകം വാങ്ങുന്ന, അള്ളാൻ്റെ ആക്ഷേപം ഏറ്റുവാങ്ങുന്ന ആളുകളായി നമ്മൾ മാറും. നമ്മളെ ജീവിതത്തിൽ അള്ളാഹ് നൽകിയ അനുഗ്രഹത്തിന് ആ അനുഗ്രഹം കൊണ്ട് തന്നെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. അവിടെയായിരുന്നു ആർക്ക് പിഴച്ചത്? ആദ് സമുദായത്തിന് പിഴച്ചുപോയത്. അങ്ങനെ അവർ പിഴച്ചുപോയി, ശിർക്ക് അവരിലേക്ക് കടന്നു വന്നു. അതേപോലെ തന്നെ ഈ തകബ്ബുർ, അഹങ്കാരം, അഹന്ത അവരിലേക്ക് കടന്നു വന്നു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം. ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്താണ്? ഇല്ല, ഞങ്ങൾ ചെയ്യൂല എന്ന് തന്നെ പറഞ്ഞത്. അഹന്തയുടെ മൂർത്തീഭാവമായിരുന്നു ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ ജനത കാണിച്ചത്. ഞങ്ങളെ ഒന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നതായിരുന്നു അവരുടെ ഭാവം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. എങ്ങനെ അള്ളാഹു അവരെ നശിപ്പിച്ചത്? 7 രാത്രിയും പകലും അല്ലേ, ഒരൊറ്റ കാറ്റാണ് വീശിയത്. തുടരെയുള്ള കാറ്റെന്നല്ല, ഒരൊറ്റ കാറ്റ്. എല്ലാം കടപുഴകി വീണു. ഒന്നും ബാക്കിയാകാതെ അവരെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നശിപ്പിച്ചു അല്ലേ. നല്ല ശക്തമായ വെള്ളപ്പൊക്കം, ഇടിയും മിന്നും കാറ്റും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവരെ ഭൂമിയിൽ നിന്ന് തന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് ഇതൊക്കെ നിസ്സാരമാണ്. അള്ളാഹ്ക്ക് ഇതൊക്കെ വളരെ നിസ്സാരമാണ്. ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നിലമറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. എന്ത് അള്ളാഹ് നൽകിയോ അതിന് എങ്ങനെ എനിക്ക് അള്ളാഹിനോട് നന്ദി കാണിക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് ആ രൂപത്തിൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യുക? നന്ദി കാണിക്കുക. നമ്മൾക്ക് കിട്ടിയ സമയം, നമ്മൾക്ക് കിട്ടിയ സമ്പത്തും, നമ്മൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അഹന്തയുടെ രൂപത്തിലേക്ക് എൻ്റെ സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്കുള്ള സ്വീകാര്യത കൊണ്ടോ ജനസമ്മിതി കൊണ്ടോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ, മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ എല്ലാ പ്രവാചകന്മാരും ഈ ഭൂമി ലോകത്തേക്ക് വന്നത് ആ ജനതയിൽ ശിർക്ക് വ്യാപിക്കുമ്പോഴാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവണത അവരിൽ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുക? ആ ജനതയെ മുഴുവനും നശിപ്പിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്യും? ഒരു താക്കീതുകാരനെ പ്രവാചകനായി ആ ജനതയിലേക്ക് അയക്കും. എന്നിട്ടും വിശ്വസിക്കാത്ത ആളുകളെ അള്ളാഹ് എന്ത് ചെയ്യും?
നശിപ്പിക്കും. അതിൽ നിന്ന് അള്ളാഹു ഒഴിച്ചു നിർത്തിയത് നമ്മളെയാണ്, പ്രവാചകൻ്റെ ഉമ്മത്തിനെയാണ്. ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ മൊത്തത്തിൽ നശിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു പ്രവാചകന് കൊടുത്ത വാക്കാണ്. ആ ഒരു വാക്ക് അള്ളാഹ് നൽകിയതിൻ്റെ ബലത്തിലാണ് ഒരു പക്ഷേ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ആ ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. സദാ അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മടങ്ങുക. എന്തുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറയുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ മാത്രം എൻ്റെ ജീവിതത്തിൽ മുൻനിർത്തി എന്ത് കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുമ്പോഴും അതെൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്നതാണോ, അതെൻ്റെ റബ്ബിന് വെറുപ്പുള്ളതാണോ, അതല്ല ആ റബ്ബ് കോപിക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എത്ര ആളുകൾ നല്ലതാണ് എന്ന് പറഞ്ഞാലും അതെൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടില്ല എന്നാണ് എങ്കിൽ അത് ചെയ്യാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക. ദുനിയാവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, നരകം വാങ്ങിക്കൂട്ടണ്ട. ദുനിയാവിൽ നിന്ന് നമ്മൾ നരകത്തെ വാങ്ങുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് മറ്റു പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായങ്ങളിലേക്കും അയച്ചു. പക്ഷേ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദ്യ സമുദായത്തിലേക്ക് അയച്ചതിൻ്റെ കാരണം പറയുമ്പോൾ ഷിർക്കിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞ കാരണമാണ് ഈ പറഞ്ഞ അഹന്തയും അഹങ്കാരവുമാണ് അവരിലേക്ക് പ്രവാചകനെ അയക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദേഷ്യമുള്ള, വെറുപ്പുള്ള, അതേപോലെ എത്രത്തോളം പിശാച് ആളുകളെ ആ സ്വഭാവത്തിലൂടെ വഴിവിയപ്പിക്കും എന്നതിൻ്റെ ഉദാഹരണവുമാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അള്ളാഹുവിൽ വഴങ്ങുക, അള്ളാഹുവിൽ കീഴൊതുങ്ങുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അത് കൂടുതലായി ചെയ്തുകൊണ്ട് ഇൻ ശകർത്തും ലഅസീദന്നക്കും, ആ അനുഗ്രഹത്തിന് തിരിച്ചങ്ങോട്ട് നന്ദി കാണിച്ചാൽ കൂടുതൽ അനുഗ്രഹം ചെയ്യാനുള്ള തൗഫീഖും സമയവും സാഹചര്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. ആ ബോധം നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് പ്രയാസത്തിലും അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന ശരിയായ വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിൻ്റെ സദസ്സുകളിൽ ഇരിക്കാനും അതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് റബ്ബ് നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അതിൻ്റെ പരിപൂർണമായ പ്രതിഫലത്തോടു കൂടി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.